ഹലോ, ഈ വീഡിയോ ഇന്നലെ ചെയ്ത ഡാഷ് ക്യാം വീഡിയോകളുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഡാഷ് ക്യാമറയിൽ ഉപയോഗിക്കാൻ പറ്റിയ മൈക്രോ SD കാർഡുകളെ കുറിച്ച് കുറച്ച് കാർഡുകൾ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം എന്നാണ് ഈ വീഡിയോയിൽ വിചാരിക്കുന്നത്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, മൈക്രോ SD കാർഡുകളുടെ ഒക്കെ വില ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എല്ലാ സ്റ്റോറേജ് ഡിവൈസിൻ്റെയും വിലകൾ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് മൈക്രോ SDയുടെയും വില ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ മൈക്രോ SD മേടിക്കാൻ പറ്റിയൊരു സമയമാണെന്ന് വെച്ചാൽ അല്ല. പക്ഷേ വേറെ നിവൃത്തിയില്ലെങ്കിൽ മൈക്രോ SD മേടിക്കണമെങ്കിൽ ഈ അടുത്തതായിട്ട് പറയാൻ പോകുന്ന കാർഡുകൾ പരിഗണിക്കാവുന്നതാണ്. ഇനി ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പർച്ചേസുകൾ നടത്തുമ്പം ക്യാഷ് കറോ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ബെനിഫിറ്റ് ഉണ്ട്. അറൗണ്ട് ഒരു 5% ക്യാഷ് ബാക്ക് കിട്ടും. ഇത് നമുക്ക് റെഗുലർലി കിട്ടുന്ന കാർഡ് ഓഫറുകൾക്കൊക്കെ മുകളിലാണ് ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ റെഫറൽ ലിങ്ക് താഴെ കൊടുക്കാം. ആ റെഫറൽ ലിങ്ക് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ റെഫറൽ ലിങ്ക് യൂസ് ചെയ്ത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ബോണസ് കിട്ടും. അപ്പോൾ അത് റെഫറൽ ലിങ്ക് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ടും സ്റ്റിൽ ആ ബോണസ് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ എൻ്റെ വാട്സാപ്പ് ചാനലിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അത് ഞാൻ കസ്റ്റമർ കെയറിലൊന്ന് റൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നേരെ നമ്മുടെ കാർഡുകളിലേക്ക് കിടക്കാം. അപ്പോൾ കുറച്ച് കാർഡുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും തന്നെ നല്ല വിലയാണ്. ആദ്യമായിട്ട് ഈ കമ്പനിയാണ് IMOU. ഇതധികം കേട്ടിട്ടില്ല, പക്ഷേ ഇതിൻ്റെ വില കുറവായതുകൊണ്ട് ഞാനങ്ങ് എടുത്തിട്ടേ ഉള്ളൂ. ഇതിനകത്ത് അത്ര ലേറ്റസ്റ്റ് മോഡലും അല്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അധികം വില ഇല്ലാത്തത്. 128 GB ഉണ്ട്, പക്ഷെ അത് U1 ഒക്കെയാണ്. UHS U1 ആണ് അതിൻ്റെ സ്പീഡ്. അതായത് വലിയ സ്പീഡില്ല. ഇപ്പം നിലവിൽ അത്യാവശ്യം സ്പീഡുള്ളതെന്ന് പറഞ്ഞാൽ ഒരു U3 എങ്കിലുമൊക്കെയാണ് ഇപ്പോഴത്തെ നല്ല സ്പീഡുള്ള കാർഡുകൾ. അപ്പം ഇത് കൺസിഡർ ചെയ്യാം ഉള്ളതിൽ വില കുറഞ്ഞ ഒരു ഡീൽ എന്ന നിലയ്ക്ക്. അടുത്ത സാൻഡിസ്ക് ആണ്. സാൻഡിസ്കിന്റെ 128 GB കാർഡ്, പക്ഷെ ഇതും U1 തന്നെയാണ്. അപ്പൊ ഇതും U1 A1 ഒക്കെ ഇത് ഇച്ചിരി പഴയ മോഡലാണ് ഈ കാർഡുകൾ. ഇതൊരു 10 Mbps റീഡ് റൈറ്റ് സ്പീഡൊക്കെ നോക്കിയാൽ മതി ഇതിന്. അതും ഏതാണ്ട് സിമിലർ പ്രൈസ് പോയിന്റിലുണ്ട്, 2299. പിന്നെ പല ഡാഷ് ക്യാമുകളിലും സാൻഡിസ്കിന്റെ കാർഡ് ഉപയോഗിക്കരുത് എന്നും പറഞ്ഞ് അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അത് ഇഗ്നോർ ചെയ്യണമെന്നും പറഞ്ഞ്, അങ്ങനെയുള്ളതാണെങ്കിൽ ഇത് നോക്കാതിരിക്കാം. അങ്ങനെ അല്ലാത്ത കേസിൽ ഇത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ അതുപോലെ വേറൊരു കാർഡാണ് ഇത്, സാൻഡിസ്കിന്റെ 32 GB. പക്ഷെ ഇത് ഹൈ എൻഡ്യൂറൻസ് കാർഡാണ്. ഈ ഹൈ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത് ഇതേക്കൂട്ട് കണ്ടിന്യൂസ് റീഡ് ആൻഡ് റൈറ്റ് നടക്കുന്ന സർവൈലൻസ് ക്യാമറ, ഡാഷ് ക്യാമറ, അങ്ങനത്തെ സംഗതികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സംഗതിയാണിത്. നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെറിയ സർവൈലൻസ് ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇത് ഉപയോഗിക്കാം. പക്ഷെ ഇത് 32 GB ഉള്ളൂ. സ്റ്റിൽ അതിന്റെ വില നോക്കാം, 2400 രൂപയാണ് ഇതിന്റെ വില. അപ്പം നമ്മൾ ഇനി ഇതിന്റെ ഒരു പ്രൈസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ ബൈ ഹെഡ് കെ എക്സ്റ്റൻഷൻ ആണ്. പ്രൈസ് ഹിസ്റ്ററി ഇതിപ്പോ ലാസ്റ്റ് 3 month ഏതാണ്ട് ഒരു സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കണേ. പക്ഷെ നമ്മളിത് ഓൾ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതല്ല. കഴിഞ്ഞ ഒരു ഒക്ടോബർ സമയം വരെ ഇതിന്റെ വില 800 രൂപ, അതായത് 1000 റേഞ്ചിലായിരുന്നു ഈ കാർഡിന്റെ വില. അതാണ് ഇപ്പൊ നേരെ ഡബിളിന് മുകളിലായേക്കണേ. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഒരു ഡിഫറൻസ് എല്ലാ കാർഡിനും കാണാനുണ്ട്. ഭയങ്കര റേറ്റ് ആണ് ഇപ്പൊ. ഇത് സാൻഡിസ്കിന്റെ എന്റെ ഹൈ എൻഡ്യൂറൻസിന്റെ 64 GB, മുമ്പ് കണ്ടതിന്റെ 32ന്റെ അടുത്ത ഹയർ സ്റ്റോറേജ് ലിമിറ്റ് ഉള്ള 64 GB. അതിന്റെ വില 2699. ഇത് വലിയ ഡിഫറൻസ് ഇല്ല. അപ്പൊ മുമ്പത്തെ 32 മേടിക്കുന്നതിനേക്കാൾ ലാഭം ഇത് മേടിക്കുന്നതായിരിക്കും. 32 2400, ഇത് 2700. അപ്പൊ ഇതായിരിക്കും അത് മേടിക്കുന്നതിനേക്കാളും ബെറ്റർ ഡീല്. അതേസമയം 64 128 പോകുമ്പോൾ 4399. ഇത് ഡബിൾ അല്ല, ബട്ട് സ്റ്റിൽ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു കാർഡാണിത്. ഇനി വെസ്റ്റേൺ ഡിജിറ്റലിന്റെ ഒരു കാർഡാണ്. ഇത് 128 GB സർവൈലൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നും പറഞ്ഞ് അവർ എഴുതിയേക്കുന്നതാണ്. പക്ഷെ സ്റ്റിൽ ഇത് U1 ഒക്കെ തന്നെയാണ് ഇതിന്റെ സ്പീഡ് ക്ലാസ് കാണിക്കുന്നത്. അത് 10 Mbps കൊണ്ടാണ് U1ന്റെ സ്പീഡ്. അപ്പൊ അത് അത്ര ബെറ്റർ അല്ല, ബട്ട് സ്റ്റിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു സാധനമാണ്. 128 GB 3200 രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത്. നമ്മൾ കണ്ട സാൻഡിസ്ക് 128 അല്ല 64 തന്നെ 2699 ആണ്. അത് വെച്ച് നോക്കുമ്പം ഇതിന് വലിയ റേറ്റ് അല്ല, ഇത് റേറ്റ് ഇച്ചിരി കുറവാന്നേ പറയാൻ പറ്റുള്ളൂ. 128 സാൻഡിസ്കിന് 4500 ഒക്കെ ആയിരുന്നു. അപ്പൊ ഇത് വേണേ കൺസിഡർ ചെയ്യാവുന്ന ഒരു മോഡലാണ്. ഇവരിത് സെക്യൂരിറ്റി ക്യാമറയ്ക്കൊക്കെ പറ്റിയതാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പറ്റും, പക്ഷേ ഒരു 4K വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ ചിലപ്പം പറ്റിയെന്ന് വരണമെന്നില്ല. 10 Mbps ഒക്കെ കാണുള്ളൂ ഇതിന്റെ സ്പീഡ്. പക്ഷെ ഫുൾ HD 2K ക്യാമറ ഒന്നും യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല. ഇത് നമ്മൾ മുമ്പ് കണ്ട സാൻഡിസ്കിന്റെ 64 GB പ്രോ എൻഡ്യൂറൻസ് ആണെന്ന് തോന്നുന്നു. അതിനേക്കാളും കൂടി സംഖ്യയാണ് മാക്സ് എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞ അവർ ഇറക്കുന്ന കാർഡുകൾ. അപ്പൊ അതനുസരിച്ച് അതിന്റെ വിലയിലും മാറ്റമുണ്ട്. ഇത് 64 GB തന്നെ നല്ല തന്നെയാണ്. അവിടെ 128 മുമ്പത്തെ സാൻഡിസ്കിന്റെ 128 GB ഏതാണ്ട് 4200 രൂപ അങ്ങനെ എന്തോ റേറ്റ് ആയിരുന്നു. ഈ സാൻഡിസ്ക് എക്സ്ട്രീം എന്ന് പറഞ്ഞൊരു മോഡൽ, ഇതിന്റെ 256 GB ആണ്. അപ്പൊ ഇതിന്
5000 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നത്. ആക്ഷൻ ക്യാമുകളിലൊക്കെ ഉപയോഗിക്കാമെന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. അപ്പം എൻഡ്യൂറൻസ് കാർഡുകളുടെ അത്രയും സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് ക്യാമറകളിൽ ഉപയോഗിക്കുന്നതിൽ വലിയ തെറ്റുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സംഗതിയാണിത്. പക്ഷേ ഇതിനകത്ത് ഈ 5000 രൂപയ്ക്ക് 256 GB കിട്ടും. മുമ്പ് നമ്മൾ കണ്ടത് 64 GB ഒക്കെ ആയിരുന്നു 4000 രൂപ ഉണ്ട്. അപ്പോൾ ആ റേറ്റിന് 256 GB ആണ് ഇതിനകത്ത് കിട്ടുന്നത്. സാംസങ്ങിന് ഏതാണ്ട് ഒരു 3 ടൈപ്പായിട്ടുള്ള കാർഡുകളുണ്ട്. സാംസങ്ങിൻ്റെ ഇവോ ഉണ്ട്, പിന്നെ അവർക്ക് തന്നെ ഒരു എൻഡ്യൂറൻസ് ഉണ്ട്, പിന്നെ ഒരു പ്രോ എൻഡ്യൂറൻസ്, അങ്ങനെ ഒരു 3 ഉണ്ട്. ഇവിടെ അത് കാണിക്കണില്ല. പക്ഷെ ഇവരുടെ ഒരുമാതിരിപ്പെട്ട കാർഡുകളൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നും പറഞ്ഞാണ് കാണുന്നത്, നോട്ട് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്. അതുകൊണ്ട് അധികം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഒരു കാർഡാണ് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത്. ഞാൻ 256 ഇവോ പ്ലസ് ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാർഡ് ഞാൻ ഏതാണ്ട് 1 വർഷം മുമ്പോ 1.5 വർഷം മുമ്പോ കണ്ട് 1000 രൂപയ്ക്ക് മേടിച്ച കാർഡാണ്. ഇപ്പോൾ അതിൻ്റെ വില 6000 രൂപയായി. അത് ഞാൻ ഡാഷ് ക്യാമറയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇത്ര നാളൊരു കുഴപ്പമില്ല. അത് റെഗുലർ കാർഡാണ് ഇത്. അവർ ഡാഷ് ക്യാമറ പോലത്തെ സംഗതിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാർഡല്ല. പക്ഷെ എന്നാലും സ്മൂത്തായിട്ട് അത് ഓടുന്നുണ്ട് ആ കാർഡ്. ഇനി അടുത്ത് സാൻഡിസ്കിൻ്റെ തന്നെ 256 GB ഒരു ഹൈ എൻഡ്യൂറൻസ് കാർഡാണ്. അപ്പോൾ 256 വരുമ്പോൾ അതിന് 7299 ആയി. 128ൻ്റെ റേറ്റ് 4200 എങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതിന് ഡബിളായിട്ടില്ല, അതിനേക്കാൾ ഇച്ചിരി താഴെ. അതാണ് 7299 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി വീണ്ടും സാംസങ്ങിൻ്റെ ഇതാണ് മുമ്പ് പറഞ്ഞ പ്രോ എൻഡ്യൂറൻസ് മോഡൽ. ഇത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ച് ഇൻക്ലൂഡ് ചെയ്തതാണ്. എല്ലാവരും പോയി മേടിക്കരുത്. ഇത് 128 GB വില തന്നെയാണ്. നമ്മൾ മേടിക്കാൻ പോകുന്ന ഡാഷ് ക്യാമറയ്ക്ക് ഇത്രയും വിലയില്ല. അതിൽ കൂടുതൽ റേറ്റ് കൊടുത്തിട്ട് മെമ്മറി കാർഡ് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പ്രോ എൻഡ്യൂറൻസ് 128 GB. സാംസങ്ങിൻ്റെ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ അതിപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കാണുന്നില്ല. ഇതിപ്പോൾ പ്രോ എൻഡ്യൂറൻസ് നമ്മൾ ഇച്ചിരി മുമ്പ് കണ്ട സെയിം കാർഡ് തന്നെയാന്ന് തോന്നുന്നു. വലിയ ഡിഫറൻസ് ഒന്നും ഒറ്റ നോട്ടത്തിൽ തോന്നുന്നില്ല. അപ്പോൾ ഇതിന് 5499 ഉള്ളൂ. അപ്പം തൊട്ട് മുമ്പ് കണ്ട എന്തെങ്കിലും പ്രൈസിങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു ഓക്കെ ഡീലാണ്. ഭയങ്കര ഡീൽ എന്ന് പറയാനില്ല, പക്ഷെ ഒരു ഓക്കെ ഡീലാണ്. സ്റ്റിൽ നമ്മൾ 5500 കൊടുക്കണം ഒരു 128 GB കാർഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച മെമ്മറി കാർഡുകൾ. സാംസങ്ങിൻ്റെ കുറച്ചുകൂടെ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, കുറച്ച് കാർഡുകളൂടെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മോസ്റ്റ്ലി എല്ലാം തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ട് അത് ഇതിനകത്ത് ഇടാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ടില്ല. അപ്പം മുമ്പ് പറഞ്ഞ പോലെ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് കറവ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക. ഓൾറെഡി റേറ്റ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടണ്ടേ. പിന്നെ പ്രൈ ഹെഡ് യൂസ് ചെയ്യുക. അത് വെച്ചിട്ട് പ്രൈസ് കമ്പയർ ചെയ്യുക, ഒരു റേറ്റ് കൂടുന്നുണ്ടെന്നൊക്കെ നോക്കാം. അപ്പോൾ അങ്ങനെ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.